ശ്രീ എ സി മൊയ്തീൻ, അങ്ങേക്ക് 11 മിനിറ്റ് സംസാരിക്കാം. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഭരണഘടനാ ബാധ്യത നിർവഹിക്കുന്നു എന്ന് പേര് വരുത്തി തീർക്കാൻ ഗവർണർ നടത്തിയ അപഹാസ്യമായ നാടകം മലയാളികളോടുള്ളൊരു വെല്ലുവിളിയായി നമ്മുടെ നാട് കണ്ടിട്ടുണ്ട്. ഗവർണറുടെ കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള സംഘി അനുകൂല അജണ്ട നടപ്പിലാക്കാനുള്ള നടപടിക്കെതിരായി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഈ കേരളത്തിനോടുള്ള വെല്ലുവിളിയുടെ കൂടെ നിൽക്കുകയാണ് എന്നുള്ള പ്രത്യേകതയും ആ സംഭവവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. സർ, നയപ്രഖ്യാപനത്തിൻ്റെ ഉള്ളടക്കത്തിൽ കടന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും അതോടൊപ്പം സാമൂഹ്യനീതിയും മറ്റെല്ലാ മൂല്യങ്ങളും ഭരണഘടനയുടെ എല്ലാ സംരക്ഷണവും ഉറപ്പാക്കാവുന്ന നിലപാടുകളുടെ പ്രഖ്യാപനം അതിലുണ്ട്. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ ബദലുകളും ആ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. കേരളം കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ, താരതമ്യം ചെയ്താൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതിൽ മലയാളികൾ ഏറെ അഭിമാനിക്കേണ്ട കാര്യമാണ്. എല്ലാ മേഖലയിലും, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സമയക്കുറവ് കൊണ്ടുപോകുന്നില്ല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയുടെ കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുമെല്ലാം നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ രാജ്യം ഇന്ന് ഉറ്റുനോക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലും ഇന്ത്യയിൽ മാതൃകയാണ് കേരളം എന്നുള്ള കാര്യം കേന്ദ്ര ഏജൻസികളും സാമ്പത്തിക ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട്. സാർ, ഈ വളർച്ചയിൽ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആവേശം കൊള്ളുകയും ആ നേട്ടങ്ങളെ കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സാർ, കേരളത്തിലെ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം ആ നിലപാടല്ല സ്വീകരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായി എന്ന് നമുക്കറിയാം. ക്രിയാത്മക പ്രതിപക്ഷമാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ ക്രിയാത്മക പ്രതിപക്ഷം കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനുള്ള നശീകരണ പ്രവണത ഇപ്പോൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവരെ വിഷമിപ്പിക്കുന്ന കാര്യം രാഷ്ട്രീയമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് സങ്കല്പിക്കാത്തവരാണവർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി ഇനി അധികാരം തങ്ങൾക്ക് ലഭ്യമാകില്ല എന്ന ഓർമ്മയിൽ രാഷ്ട്രീയ സമനില തെറ്റിയവർ എന്നുള്ള നിലയ്ക്കുള്ള പെരുമാറ്റമാണ് UDFൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ നശീകരണ പ്രവണത കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തിയതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനാവും. നാഷണൽ ഹൈവേയുടെ കാര്യം തന്നെ എടുക്കാം സാർ. ആ സമരത്തിനോട് ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയത് നടപ്പാകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിൽ UDF നേതൃത്വത്തിന് പങ്കില്ലേ? വയൽക്കിളികളുടെ സമരം പ്രൊമോട്ട് ചെയ്ത് BJPയുമായി ചേർന്ന് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ തിരക്കഥയും അജണ്ടയും അനുസരിച്ച് ഓടിച്ചെന്ന് ഇവിടെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനം നടക്കാതിരുന്നെങ്കിൽ കേരളത്തിന് അത് എന്തുമാത്രം പ്രയാസമുണ്ടാക്കുമായിരുന്നു എന്ന് വിവേകമുള്ളവർ ചിന്തിക്കില്ലേ സാർ? വിവേകമുള്ളവരുടെ ഒരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ ആ ചിന്ത ഉണ്ടാകേണ്ടതല്ലേ സാർ? അതുമായി ബന്ധപ്പെട്ട എൻ്റെ നാട്ടിലൊരു അനുഭവമുണ്ട്. നാഷണൽ ഹൈവേയുടെ തൃശ്ശൂർ ഭാഗത്തെ പ്രവർത്തനം നടക്കുമ്പോൾ അവിടുത്തെ MP പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരം അവിടെ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹം നടത്തി, നാഷണൽ ഹൈവേ വരുന്നതിനെതിരായി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു അതിവേഗത്തിലുള്ള ഈ പണി നടക്കുന്നത് കണ്ട് ആ പണി വേഗം തീർക്കുന്ന കോൺട്രാക്ടർക്ക് ഞാൻ 1 പവൻ സ്വർണം കൊടുക്കും എന്നാണ്. ഇതിൻ്റെ പേരാണ് സാർ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലൊരു നിലപാടും കേരളത്തിന് വെളിയിൽ മറ്റൊരു നിലപാടും എന്നുള്ള നിലയ്ക്ക് UDF നേതൃത്വം സ്വീകരിക്കുക. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഏത് വികസന പ്രവർത്തനത്തോടും. ഞാനൊരു കാര്യത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇതാണ് K-ഫോണിനോട്, ഇതാണ് കേരളിനോട് ഈ നാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണകാലത്ത് ഒരു വികസന പ്രവർത്തനം നടത്തിയാൽ
അതിൻ്റെ ഗുണം എങ്ങാനും ഇടതുപക്ഷത്തിന് കിട്ടിപ്പോയി തങ്ങളുടെ സ്വപ്നം തകർന്നു പോയെങ്കിലോ എന്നുള്ള ഒരു ചിന്ത UDF-നെ ഭരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ ആ നിലപാട് സാർ കേരള വിരുദ്ധമാണ്, മലയാളികളോടുള്ള വെല്ലുവിളിയാണ്. ആ നിലപാട് നിങ്ങൾ എല്ലാ കാര്യത്തിലും സ്വീകരിക്കുക. ആ നിലപാട് ഈ കേരളത്തിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന എല്ലാ നിലപാടുകളോടും നിങ്ങൾ സ്വീകരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് RSSന് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇടതുപക്ഷത്തിനെതിരാണ്, മതനിരപേക്ഷതയ്ക്കെതിരാണ്, മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ആ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് നിങ്ങൾ പോകാമോ? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകളാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ പോവുക സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകളെ UDF എന്തിനും പിന്തുണയ്ക്കണം സാർ? ഈ കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കേരളത്തിലെ MP-മാർ ഒരുമിച്ച് നിന്ന് പൊരുതിയ പാരമ്പര്യം ഈ കേരളത്തിനില്ലേ? കേരളത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി AKG നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ കേരളത്തിൻ്റെ ആവശ്യം ഉയർത്തിപ്പിടിച്ച ഒരു പാരമ്പര്യം ഇവിടെ നിന്ന് പോയ MP-മാർക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം, MP-മാർ സ്വീകരിക്കുന്ന സമീപനം അതാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഓരോ ഘട്ടത്തിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ച് ഉന്നയിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് MP-മാർക്ക് വ്യക്തതയുണ്ടാക്കി കൊടുത്ത നിവേദനങ്ങളുടെ കോപ്പി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സാർ, UDF-ൻ്റെ MP-മാർ ആ കാര്യത്തിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താ? MP-മാരുടെ യോഗം വിളിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇങ്ങനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല സാർ ശ്വാസം മുട്ടിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങളെയാ, 3.5 കോടി മലയാളികളെയാ. ആ 3.5 കോടി മലയാളികളുടെ പ്രശ്നങ്ങളൊന്ന് പാർലമെന്റിൽ ഉന്നയിക്കാൻ, ബന്ധപ്പെട്ടവർക്ക് നിവേദനം കൊടുക്കാൻ 2 തവണ MP-മാരെ യോഗം വിളിച്ചില്ലേ സാർ? ഇവിടെ നിന്ന് അഭിപ്രായ സമന്വയം ഉണ്ടാക്കി. നിങ്ങൾ ഡൽഹിയിൽ ചെന്നപ്പോൾ എങ്ങനെയാണ് മാറുന്നത്? പിന്നെ അവിടെ നിന്ന് ഒന്ന് ഒപ്പിട്ടൊരു നിവേദനം കൊടുക്കാൻ, ആ നിവേദനം തയ്യാറാക്കി തന്നപ്പോൾ നിങ്ങളുടെ ഭേദഗതി അംഗീകരിച്ചു. അതിനുശേഷവും അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവാതിരുന്നതിന് നിങ്ങൾ ഈ മലയാളികളോട്, നിങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചവരോട് എന്ത് സമാധാനം പറയൂ സാർ? ആ നിലപാട് നിങ്ങൾ തുടരുക. ഗവർണറുടെ നിലപാട് കണ്ട് അതിൽ ആനന്ദം കൊള്ളുകയാണ്. ഗവർണറുടെ നിലപാടുകളിൽ ആനന്ദം കൊള്ളുക മാത്രമല്ല, ഇടതുപക്ഷത്തിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അത്തരം നിലപാടുകളെ സഹായിക്കുന്ന കാര്യം കൂടി നിങ്ങൾ സ്വീകരിക്കുന്നു. ഗവർണർ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസുഖം കൊണ്ട് വായിക്കാതെ പോയതല്ല എന്നിപ്പോൾ നമുക്കറിയാം. നിലമേൽ ജംഗ്ഷനിൽ അദ്ദേഹം അവിടെ ഇരുന്ന് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും അറിയാം. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം സാർ. അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളെ തള്ളിപ്പറയാൻ എപ്പോഴെങ്കിലും ഒരു ഇന്ത്യൻ യൂണിയനിലെ ഒരു ഫെഡറൽ അധികാരമുള്ള മലയാളികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം, കേന്ദ്ര ഭരണകക്ഷിയുടെ രാഷ്ട്രീയ നിലപാട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാമോ സാർ? ആ നിലപാട് നിങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ പുറകെ പോകുന്നവരായി നിങ്ങൾക്കുള്ള താൽക്കാലിക പ്രശ്നങ്ങൾ വെച്ച് ഈ കേന്ദ്ര ഭരണകക്ഷിയെ സഹായിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു. അതിനോട് പലപ്പോഴും ഒത്തുതീർപ്പുണ്ടാക്കുന്നു. ഞങ്ങളാണ് ഒത്തുതീർപ്പിൻ്റെ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പല്ലേ എന്നുള്ള ചോദ്യം നിങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ആര് തമ്മിൽ ഒത്തുതീർപ്പ്? ഈ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ, ഈ ഗവൺമെന്റ് നടത്തുന്ന നിലപാടുകൾ എങ്ങനെയാണ് തുരങ്കം വെക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഇവിടുത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ ഗുണ്ടകളാണ് സാർ. അവരെ ഗുണ്ടകൾ എന്ന് വിളിച്ചാക്ഷേപിച്ചില്ലേ? എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നവരല്ലേ നിങ്ങൾ? കേരളത്തിലെ UDF-ന്റെ ഒരു പ്രതിഷേധം ആ കാര്യത്തിലുണ്ടായോ? അക്കാഡമിക് സമൂഹത്തെ ആകെ വെല്ലുവിളിക്കുന്ന നിലപാട് സ്വീകരിക്കുക, അതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു. ഈ ബദൽ നയങ്ങളെ നിങ്ങളുടെ മാർഗമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷെ കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ അത് ഉയർത്തിപ്പിടിക്കാൻ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചുമതലയില്ലേ? ആ ചുമതല നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിൻ്റെ ഗതികേട്. കോൺഗ്രസ് ഉൾപ്പെടുന്ന ആ സമരങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഇന്നലത്തെ നിങ്ങളുടെ സമരം, വിലക്കയറ്റം, കേരളത്തിൻ്റെ മാത്രം പ്രശ്നമാണോ?
ഒരക്ഷരം നിങ്ങൾ അസംബ്ലിക്കകത്ത്, പാർലമെന്റിനകത്ത് എപ്പോഴെങ്കിലും ഇതേ കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടുകൾക്കെതിരായി നിങ്ങൾ പറയുന്നുണ്ടോ? രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ 2 കോടി തൊഴിൽ കൊടുക്കും. നിങ്ങളവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രയോജനപ്പെടുത്തി മുഖ്യമന്ത്രി ആക്രമിക്കുക എന്നുള്ളതല്ലാതെ രാജ്യത്ത് ഈ തൊഴിലില്ലായ്മയ്ക്കെതിരായി BJP ഉണ്ടാക്കിയിട്ടുള്ള ഈ അപകടങ്ങൾക്കെതിരായി എപ്പോഴെങ്കിലും ഒരു സമരം നിങ്ങളുടെ യൂത്ത് സംഘടന നടത്തിയിട്ടുണ്ടോ? ഇതാണ് ഉദാഹരണങ്ങൾ. നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം ആരെ കൂട്ടിയിട്ടാണെങ്കിലും കേരളത്തിലെ ഈ ഭരണക്രമത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ്, ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനത്തെ ഈ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റിനെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കി ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കില്ല എന്ന് വരുത്തി തീർത്ത് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ തരുന്ന കനകോലുവും ഈ കേരളത്തിലെ മാധ്യമ തമ്പുരാക്കളും ഒക്കെ കൂടി ചേർന്ന് നടക്കുന്ന അജണ്ടയുടെ കൂടെ നിങ്ങൾ പോയാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 2019 തെരഞ്ഞെടുപ്പിന്റെ വിജയം കഴിഞ്ഞ് 2020 ആയപ്പോൾ കേരളം മാറ്റി ചിന്തിച്ചതാ. 2021 എത്തിയപ്പോ നിങ്ങളുടെ അഹങ്കാരത്തിന് ഈ കേരളം മറുപടി തന്നതാ. നിങ്ങൾ ഈ കേരള താല്പര്യത്തിനൊപ്പം നിൽക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. ഈ കേരള താല്പര്യത്തിനൊപ്പം നിൽക്കാത്ത പ്രതിപക്ഷ നിലപാട്, കേരളത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് നിങ്ങൾ തിരുത്തണം. ഡൽഹിയിൽ നടക്കുന്ന സമരം ഫെഡറലിസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ്. ഞങ്ങളെന്തോ ഉത്സവം നടത്താൻ പോവുകയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ കേരളത്തിന്റെ ആവശ്യം ഉന്നയിക്കാൻ നിങ്ങൾ തയ്യാറല്ല. പഴയ നിലപാടുകളിൽ നിന്ന് നിങ്ങൾ മാറാൻ തയ്യാറല്ല. ആ നിലപാട് നിങ്ങൾ തിരുത്താതിരുന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുക എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ നന്ദി പ്രമേയത്തെ പിന്തുണച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.